ഹലോ നമസ്കാരം. സന്തോഷ്. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമാവുകയും EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറുകയും കോൺഗ്രസ് സർക്കാർ, കേന്ദ്ര സർക്കാർ ഇടതുപക്ഷ സർക്കാരിനെ പിരിച്ചുവിടുകയും തുടർച്ചയായി വന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ 14-ാം സംസ്ഥാന തെരഞ്ഞെടുപ്പും 15-ാം സംസ്ഥാന തെരഞ്ഞെടുപ്പും ഇടതുപക്ഷം LDF വിജയിച്ച് തുടർച്ചയായി 10 വർഷം നീണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണം. കേരള സംസ്ഥാനത്തിൻ്റെ പേർ BJP NDS കേന്ദ്ര സർക്കാരിൽ നിന്നും മാറ്റുകയും പുതിയ കേരളം എന്ന പേരിൽ നാമകരണം ചെയ്തു. കേരളത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ LDF ഇടതുപക്ഷത്തിൻ്റെ ഭരണ പഞ്ചായത്തുകൾ UDF പിടിച്ചെടുക്കുകയും 16-ാം സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് മുടങ്ങിയ ക്ഷേമ പെൻഷനുകൾ 2000 രൂപയാക്കി ഉയർത്തുകയും ദുരന്തബാധിത സന്ദർഭങ്ങളിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഇടപെടലുകൾ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന VS അച്യുതാനന്ദൻ്റെ വിയോഗം വിടവ് നികത്തി ഇടതുപക്ഷ നേതാക്കൾക്ക് തുടർച്ചയായ 3ാമത്തെ ഭരണം നേടുവാൻ കഴിയുമോ? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ഭരണ നേട്ടങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ തുടർച്ചയായ 10 വർഷത്തെ ഭരണത്തിൻ്റെ പോരായ്മകൾ ജനങ്ങളിലേക്ക് എത്തിച്ച് പ്രതിപക്ഷ നേതാവായ കോൺഗ്രസിൻ്റെ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ടീം UDFന് ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമോ? ഗുജറാത്ത് മുഖ്യമന്ത്രിയായി, ഇന്ത്യൻ പ്രധാനമന്ത്രിയായി, ലോക രാജ്യങ്ങളിലെ മികച്ച നേതാവായി, ലോകത്തിൻ്റെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലെ BJPയുടെ NDAയുടെ സർക്കാരിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ തുടരുന്നു. കേരളത്തിൽ നിന്നും ആദ്യമായി ഒരു MPയും മന്ത്രിയുമായി സുരേഷ് ഗോപിയും, ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയുടെ NDAയുടെ ഭരണത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മത്സരരംഗത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി. ഇന്ത്യൻ പ്രധാനമന്ത്രി ഏപ്രിൽ 4-ാം തീയതി കേരളത്തിൽ വീണ്ടും എത്തുന്നു. കേരളത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ 890. ഏപ്രിൽ 9-ാം തീയതി കേരളത്തിൽ വിധി എഴുതുമ്പോൾ മെയ് 4-ാം തീയതി വിധി അറിയാം. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കും.